സാധാരണ ഒരു സഹായമല്ല. ഞാനൊരു പറയട്ടെ, നിങ്ങളുടെ പണിയല്ലെന്ന് ഞങ്ങളുടെ പണി. നിങ്ങൾ ഏതാണ്ട് BJP ആഫീസിൽ നിന്ന് നോട്ടടിച്ച് തന്നെ പോലെയാണ്. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. നമ്മളെ ജനങ്ങളുടെ ഞാൻ വെറുതെ ഒന്ന് എന്ത് മുന്നണി? പൈസ ജനങ്ങളുടെ നികുതി പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ എന്ത് മുന്നണി? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ജയനു വെറുതെ ഇടപെടല്ലേ പ്ലീസ്. ഞാൻ അങ്ങോട്ട് വരും കേട്ടോ. ഇപ്പൊ വരാം അങ്ങനെ ആവശ്യമില്ലാത്ത ഇളക്കിയതാണ്. ഇപ്പൊ ഞാൻ വരാം, ഒരു മിനിറ്റ്. ഈ പറയുന്ന അവിടെ വേറൊന്നുമല്ല പറഞ്ഞത്. ഞാൻ ആ സഹോദരി നല്ല എന്താ പറഞ്ഞത്, സാധാരണ ഒരു മേയറിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങളെ മുറിയിലേക്ക് ചെന്നാൽ ഒരു തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സം കൂടി മാറ്റി ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഞങ്ങൾ നൽകുന്ന അംഗീകാരമാണെന്ന് പറഞ്ഞ് കൗൺസിലറും തന്നു. നേരത്തെ നിങ്ങൾ പറഞ്ഞ ഹരിതകർമ്മസേനക്കാരും അംഗീകാരം തന്നു. അവിടെ നിൽക്കട്ടെ, നിങ്ങൾ മറ്റേ കൗൺസിൽ വാർത്തകളിലൊക്കെ ഇത് വന്നു. സാധാരണ കോൺഗ്രസ് കൗൺസിലർമാർ ആ സ്നേഹം കാണിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള മറുപടിയാണ്. ജനങ്ങളുടെ നികുതിപ്പണം CPM-ന്റെ ആഫീസിൽ എന്നുള്ള പൈസയല്ല. അതിൽ കോൺഗ്രസ്സുകാരും പൈസ അടയ്ക്കുന്നുണ്ട്, അങ്ങയുടെ പാർട്ടിക്കാരും പൈസ അടയ്ക്കുന്നുണ്ട്, CPM-കാരും അടയ്ക്കുന്നുണ്ട്. അത് ഡിവൈഡ് ചെയ്യേണ്ടത് പാർട്ടി ലൈൻസിലല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങൾ ആ ചെയ്ത കാര്യങ്ങളെ ജനങ്ങൾ തീർച്ചയായിട്ടും അംഗീകരിക്കും. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചുരുങ്ങിയ കോണിലൂടെ അല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നതിന് അംഗീകരിക്കും. ഇനി പനമ്പള്ളി നേറുള്ള കാന പോരാൻ ഞാൻ വന്ന ജിംസെ. പനമ്പള്ളി നേറുള്ള കാനയിൽ ചെളിയുണ്ടെങ്കിൽ അത് എല്ലാ വർഷവും എല്ലാ കൗൺസിലർമാർക്കും സ്വാഭാവികമായും ഫണ്ട് അനുവദിക്കപ്പെടുന്നുണ്ട്. അവർ ചെയ്ത് കാണും. ഞാനൊരു കോൺഗ്രസ്സുകാരിയാണെന്നുള്ളതുകൊണ്ട് ഞാൻ ആ സഹോദരി മേയർ വന്നിട്ട് എല്ലാ സ്ഥലത്തും കാന അജിംസിനെ ഞാൻ മേയറാക്കാം. എന്തായിരിക്കും അവസ്ഥ? തൽക്കാലം മൈക്കോടെ പിടിക്കും. ഇനി 2, അദ്ദേഹത്തിൻ്റെ ഒരു തട്ട് കേട്ടില്ല. ഞാൻ മര്യാദയ്ക്ക് ഇരുന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ വേറെ മാർഗമില്ല. നേരത്തെ പറഞ്ഞു, ഇപ്പം വേറൊരു സ്ഥാനം പൊളിഞ്ഞു. അരമണിക്കൂറാണ് രാജു പി നായരുടെ മഴ. ഇദ്ദേഹം വന്നപ്പോൾ 1.5 മണിക്കൂറായി. ഇനി വേറെ ആർക്കെങ്കിലും കൊടുത്തപ്പോൾ 3 മണിക്കൂർ. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ഇതൊരു 8 മണിക്കൂർ പെയ്യട്ടെ, അപ്പൊ മേയർ നീന്തി പോകണം. അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ഒരു കൗൺസിലർ വന്നാൽ പിന്നെ തോക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ ഒരു ഹിന്റ് ഇട്ട് നോക്കി. അപ്പൊ അദ്ദേഹം പറയേണ്ടി വന്നില്ല, സജീവനെ പറ്റിയല്ലേ മേയർ പറയാൻ പോണെന്ന്. വർഷങ്ങൾക്ക് മുമ്പാണ്, വർഷങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയല്ല. ഞാൻ നിങ്ങളെയൊക്കെ ചെറുപ്പമായിട്ടുള്ള ആളാ. ഞാൻ കൗൺസിലിൽ ഉള്ളപ്പോഴാണ് സജീവൻ മത്സരിച്ച് ജയിച്ച എന്റെ സഹപ്രവർത്തകനായിരുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രി. നിങ്ങൾ എന്നെ ചൊറിഞ്ഞു കുഴപ്പത്തിലേക്ക് പോകും. ഞാൻ ഇനി അടുത്ത പറയാം. ഞങ്ങളുടെ ഒരു കൗൺസിലർ വന്നാൽ പിന്നെ വെള്ളക്കെട്ടില്ലെന്ന് പറഞ്ഞു. അജിംസെ, നിങ്ങൾക്കറിയാമോ കൊച്ചിയിലെ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്? രാജു പി നായർക്ക് അറിയാൻ സാധ്യതയില്ല, സ്പെസിഫിക് ഇഷ്യൂ ഉണ്ട്. കൊച്ചി ടൗൺ ഹാളിന്റെ മുമ്പിലാണ്. മുട്ടറ്റം അരയൊക്കം ഒപ്പം വെള്ളത്തിലാണ് നീന്തുന്നത്. ഞാൻ വർക്ക്സ് കമ്മിറ്റി ചെയർമാനായിരുന്നപ്പോൾ ഒരു പ്രത്യേക പ്രോജക്റ്റ് ഉണ്ടാക്കി, കുറച്ച് റിലീഫ് ഉണ്ടാക്കി. ഞാൻ വർക്ക്സ് കമ്മിറ്റി ചെയർമാനായി വരുമ്പോൾ കൗൺസിലർ ആരാന്നറിയൂ? അജിംസിന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയായിട്ടുള്ള ശ്രീമതി ശ്യാമള S. പ്രഭു. കൊച്ചി ടൗൺ ഹാളിൽ ഇരിക്കുന്ന വാർഡ് ചെറളായി എന്നാണ് ആ വാർഡിന്റെ പേര്. വെറുതെ ഞാനങ്ങ് പറഞ്ഞു പോയിക്കോട്ടെ. അപ്പൊ ഒരു മിനിറ്റ് അതാണ് ഏറ്റവും വലിയ. അപ്പൊ ഈ പനമ്പള്ളിയാറിലെ LAG-ലൊന്നും വെള്ളം കയറുന്നില്ല. അല്ല നിങ്ങൾ കൗൺസിലർമാരുടെ പ്രശ്നം അദ്ദേഹം പറഞ്ഞെന്താ? അദ്ദേഹം റോഡിലൊക്കെ ഞങ്ങള് വഞ്ചിയിലാണ് സഞ്ചരിച്ചത്. ഞാൻ പറയട്ടെ. അപ്പൊ സ്വാഭാവികമായി എന്നെ കൊണ്ട് ഇനിയും പറയിപ്പിക്കരുത്. ഡൽഹിയിലെ ഹരിയാനയിലെ പുതിയ നഗരമാണ് ഗുർഗാവ്. ഹരിയാന ആരാ ഭരിക്കണത്? എത്ര കൊല്ലമായി ഭരിക്കണത്? ഞങ്ങള് ഭരിക്കുന്ന സ്ഥലത്തൊക്കെ താങ്കൾ ഒരു ദേശീയ പാർട്ടിയുടെ പ്രതിനിധിയല്ലേ? ഞാനാ പറഞ്ഞെങ്കിൽ അദ്ദേഹം സംസാരം തുടങ്ങിയത് തന്നെ എന്തും പറഞ്ഞ അജിംസ് കേട്ടില്ലേ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. രാജു പി നായറിന് ഓർമ്മയില്ലേ? കേരളത്തെ ത്രിപുരയാക്കി മാറ്റുന്നു ഒരു തട്ടുകെട്ടി തുടക്കത്തിൽ. എന്നിട്ട് പറഞ്ഞ ആള് പറയാ കേരളത്തെ മഹാരാഷ്ട്രയെ പറ്റി പറയലേന്ന്. മഹാരാഷ്ട്രയിൽ വെള്ളക്കെട്ട് ഞാൻ അങ്ങനെയുള്ള ബഹുമാനത്തിൽ തന്നെയല്ലേ സംസാരിക്കണം. മഹാരാഷ്ട്ര പ്ലീസ്. മുംബൈയിൽ വെള്ളക്കെട്ട്, ബാംഗ്ലൂര് വെള്ളക്കെട്ട്, അത്രയൊന്നും പ്രയാസം ഇവിടെ ഉണ്ടാവുന്നില്ല. ഞങ്ങളൊരു വളരെ നന്നായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി, ഈ PM യോജന എന്ന് പറയുന്ന എല്ലാത്തിനും ഇവരുടെ പേരിലൊരു യോജനയാണ്. വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനില്ല അല്ല യോജന. നിങ്ങൾ അത് കയറി പിടിച്ചിട്ട് അതുകൊണ്ട് എന്തിനാണെന്നറിയോ? അത് അവർക്ക് ചെറിയ വായ്പ കൊടുക്കും. ആ വായ്പ നമ്മുടെ എല്ലാ നഗരങ്ങളിലും കൊടുക്കേണ്ടത് കൊച്ചി നഗരത്തിൽ. അത് ബാങ്കുകളാണ് വായ്പ കൊടുക്കുന്നത്. അത് കേന്ദ്ര പദ്ധതി. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് പോയി. ഇതൊക്കെ ചാനൽ എല്ലാവരും കാണുന്നല്ലേ.